ആത്മബന്ധു രാത്രി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ആശ്വസിക്കുവാനും വിശ്രമിക്കുവാനുമുള്ള സമയമാണ്. എന്നാൽ ഈ നിമിഷം നമുക്ക് നമ്മളെ തന്നെ അംഗീകരിക്കാൻ കൂടിയുള്ള സമയമല്ലേ? അതെ, ഒരു ദിവസം കൂടി നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഈ ദിവസം അത്ര എളുപ്പമല്ലായിരുന്നിരിക്കാം. ചിലപ്പോഴൊക്കെ വേദനിച്ചിട്ടുണ്ടാവാം, സങ്കടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ അത് കടന്നു വന്നിരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെയുണ്ടല്ലേ, ആകാശത്ത് നക്ഷത്രങ്ങൾ എന്നതുപോലെ. ആകാശത്ത് ആ പൂർണിമയുടെ ചന്ദ്രൻ എന്നതുപോലെ നക്ഷത്രങ്ങളും ചലിക്കുന്നു, ചിലപ്പോൾ നിശ്ചലമാകുന്നു. പൂർണ്ണചന്ദ്രൻ പൂർണ്ണമായി നിൽക്കുന്നു, ചിലപ്പോൾ കാണാതെയാകുന്നു. ഇതുപോലെ തന്നെയല്ലേ നമ്മളും? ഓരോന്നിലും നിക്ഷിപ്തമായിരിക്കുന്ന ചിലതുണ്ട്, ചില കർമ്മങ്ങൾ. അവരതൊക്കെ ചെയ്യുന്നത് പോലെ നമ്മളും ആ താളത്തിനൊപ്പം, ആ ലയത്തിനൊപ്പം നമ്മളെ അങ്ങ് വിട്ടുകൊടുക്കുക. ഓരോ ശ്വാസവും മന്ദഗതിയിൽ എടുക്കുകയും അതുപോലെ തന്നെ ആശ്വാസത്തോടുകൂടി ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാം. ദീർഘമായ ശ്വാസം അകത്തേക്ക്, സുദീർഘമായി പുറത്തേക്ക്. ഈ ദിവസത്തിൻ്റെ ഭാരത്തെ വിട്ടുകളയുക. അതിനെക്കുറിച്ച് വീണ്ടും ആലോചിക്കല്ലേ. അതിനോട് പോരാടാൻ നിൽക്കുകയും വേണ്ട. നമ്മളൊരു യാത്ര ചെയ്യുകയാണ് എങ്കിൽ ആ യാത്രാവേളകളിൽ മുഴുവനും ഭാരമുള്ളൊരു ബാഗ് ചുമന്നുകൊണ്ടേ നിൽക്കുകയാണെങ്കിലോ എത്ര ദുഷ്കരമായിരിക്കുമല്ലേ അത്. ഈ രാത്രി ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ളതല്ലേ. ഇറക്കി വെക്കുക എല്ലാ ഭാരങ്ങളും. ഇന്ന് ഈ രാത്രി തന്നെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാനൊന്നും ആയിന്ന് വരില്ല, പരിഹരിക്കേണ്ടതുമില്ല. നാളെയും ഉണ്ടല്ലോ ദിവസം. അതുകൊണ്ട് ഇപ്പോൾ നമ്മിലേക്ക് ചൊരിയുന്ന ഈ പ്രപഞ്ചത്തിന്റെ കാരുണ്യത്തെ അറിഞ്ഞുകൊണ്ട് സ്വസ്ഥമാവുക, ഉറങ്ങാൻ ശ്രമിക്കുക. ഈ ദിവസം എന്തൊക്കെ സംഭവിച്ചുവോ അതിലെ തെറ്റുകളെല്ലാം നമുക്കുള്ള പാഠങ്ങളായി, തിരുത്തുവാനുള്ള അവസരങ്ങളായി മാറട്ടെ. അതൊന്നും ശിക്ഷകളല്ല കേട്ടോ, അതൊക്കെ വലിയ വലിയ പാഠങ്ങളാണ്. ഇനി വിജയങ്ങളാണ് ഉണ്ടായതെങ്കിൽ അഹങ്കാരമുണ്ടാകാതെ കൃതജ്ഞതയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു കീഴടങ്ങലുകളും മുറിവുകളല്ല, ആ പരബ്രഹ്മത്തിന്റെ പ്രകാശത്തെ, ആ പൂർണ്ണമായ ആത്മവിദ്യയെ അറിയുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുഃഖങ്ങളെ, നഷ്ടപ്പെടലുകളെ ഒക്കെ ആ പാദങ്ങളിൽ സമർപ്പിക്കുക, ഭഗവത് പാദങ്ങളിൽ. എന്നിട്ട് അവനവനോട് തന്നെ പറയാം, എന്നാലാകുന്നത്, എനിക്ക് കഴിയുന്നത് ഞാൻ ചെയ്തിരിക്കുന്നു, ഇനി ഞാൻ വിശ്രമിക്കട്ടെ. നമ്മൾ ഉറങ്ങുമ്പോൾ ഈ ഭൂമി നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഈ ഭൂമി നമ്മളെ മാത്രമല്ല, നമുക്ക് മുന്നേ ജീവിച്ചവരെ, സന്യാസികളെ, അവധൂതന്മാരെ, സിദ്ധന്മാരെ, സാധാരണ മനുഷ്യരെ, അന്വേഷകരെ, അങ്ങനെ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരെ ചേർത്ത് പിടിച്ച അതേ ഭൂമി എന്നെയും ചേർത്ത് പിടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണോ? അല്ല, നമ്മൾ ഒരുമിച്ചല്ലേ. ഉറക്കത്തിലും ജീവിതം അതിൻ്റെ പവിത്രമായ പ്രവർത്തനത്തെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെക്കുറിച്ചുള്ള ആശങ്ക വേണ്ട. നമ്മുടെ കോശങ്ങളെല്ലാം സ്വസ്ഥമാകുന്നു, മനസ്സ് ശാന്തമാകുന്നു, ആത്മാവ് ശ്രദ്ധാപൂർവം നിൽക്കുന്നു.
ഉറക്കമെന്നത് ശൂന്യതയല്ലല്ലോ, സത്യത്തിലേക്കുള്ള ഒരു വരവാണ്, തിരിച്ചുവരവ്. നമ്മൾ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടേക്കുള്ള മടങ്ങിപ്പോകലുകളാണ് ഓരോ ഉറക്കവും. അതിനാൽ ഉറക്കത്തിലേക്ക് സാവധാനം അലിഞ്ഞു ചേരുക. ചിന്തകൾ ഉയരുകയാണ് എങ്കിൽ ആയിക്കോട്ടെ. രാത്രിയിൽ ആകാശത്തിൽ മേഘങ്ങൾ കടന്നു പോകില്ലേ, അതുപോലെ ആ ചിന്തകൾ കടന്നു പോകട്ടെ. അവയ്ക്ക് പുറകെ നമ്മൾ പോകേണ്ടതില്ല. ചിന്തകൾ വന്നു എന്ന് മനസ്സിലായാൽ ഉടനെ തന്നെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്, സുദീർഘമായ ശ്വാസം പുറത്തേക്ക്. മെല്ലെ മെല്ലെ ഉറക്കത്തിലേക്ക്. ഞാൻ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തോട് ചേരുകയാണ് എന്ന് മനസ്സിലാക്കുക. എത്ര ആഴത്തിലാണ് ആ ചേരലുകൾ. അതിനാൽ വിശ്രമിക്കണം. പ്രഭാതത്തിൻ്റെ ആദ്യ പ്രകാശത്തിൽ ഏറ്റവും പുതിയ ഉണർവോടുകൂടി, സൂര്യ തേജസ്സോടുകൂടി ഉണരുവാൻ വേണ്ടതെല്ലാം എന്നിൽ നിറയ്ക്കുന്നുണ്ട് ഈ പ്രപഞ്ചം. അതറിഞ്ഞുകൊണ്ടാണ്, പൂർവ്വസൂരികൾ പറഞ്ഞു തന്ന നന്മകളെയെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ ഉറക്കം. സമാധാനത്തോടുകൂടി വിശ്രമിക്കുക. ഈ പ്രപഞ്ചത്തോട് നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തോടുകൂടി വിശ്രമിക്കുക. ഏറ്റവും മനോഹരമായ ഒരു പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ വേണ്ടി ഉറങ്ങുക. ആത്മബന്ധു, നന്നായി ഉറങ്ങുക. ശുഭരാത്രി.